ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് റിസിന്റെ ഇമ്പീരിയൽ ബ്ലൂ എന്ന് പറയുന്ന ഒരു പെർഫ്യൂമായിട്ടാണ്. പേരായിട്ട് നമ്മൾ വിചാരിക്കും ഇമ്പീരിയൽ വാനിന്റെ ക്ലോൺ ആണെന്നുള്ള. ഇത് വെർസാച്ചെ റോസ് എന്ന് പറഞ്ഞ ഒരു പെർഫ്യൂം ഉണ്ട്, അതിന്റെ ഒരു ക്ലോൺ ആയിട്ട് വരുന്ന പെർഫ്യൂമാണ് റിസിന്റെ ഇമ്പീരിയൽ ബ്ലൂ എന്ന് പറയുന്നത്. വെർസാച്ചെ റോസ് നല്ല രീതിക്ക് ഒരു ഫെയിം ആയ ഒരു പെർഫ്യൂമാണ്. പിന്നെ ബോട്ടിലും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഒരു ബോക്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ലൊരു അടിപൊളിയായിട്ടൊരു ബോക്സിലാണ്, ഒരു റൗണ്ടിഷ് ടൈപ്പ് ഒരു ബോക്സിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഇതിന്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഒരു പ്രസന്റേഷനിലാണ് വരുന്നത്. റിസിന്റെ ഇമ്പീരിയൽ ബ്ലൂ എന്ന് പറയുന്നത് അടിപൊളി ഒരു ബോട്ടിലാണ്, നല്ല ഗ്രീൻ തീമിലുള്ള ഒരു ബോട്ടിലാണ്. ഈ ഗ്രീൻ ഓർമ്മിപ്പിക്കുന്ന തന്നെ വെർസാച്ചെന്റെ റോസ് ഗ്രീനെ പറ്റിയിട്ട് ഓർമ്മിപ്പിക്കുന്ന ഒരു ടൈപ്പ് തന്നെയാണ് ഇതിന്റെ ഒരു ബോട്ടിൽ കാണുന്നത്. ബോട്ടിലൊന്നും ഒരു രക്ഷയില്ല, അടിപൊളി ബോട്ടിലാണ്, നല്ല പ്രീമിയം ലുക്ക്, ഒരു ലക്ഷറി ഫീൽ ഒക്കെ തരുന്ന ഒരു ടൈപ്പ് ബോട്ടിലാണ് വന്നിരിക്കുന്നത്. ഈ ഒരു പെർഫ്യൂമിന്റെ കോൺസെൻട്രേഷൻ വന്നിരിക്കുന്നത് EDP ആണ്. അപ്പോൾ ജസ്റ്റ് പെർഫ്യൂം സ്നിഫ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ആറ്റമൈസർ ആണ്. ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഫ്രാഗ്രൻസിനാണ് റിസിന് ഇമ്പീരിയൽ ബ്ലൂ എന്ന് കിട്ടുന്നത്. നമുക്കിപ്പോൾ പെർഫ്യൂമിന്റെ നോട്ട്സും കണക്ക് നോക്കുകയാണെങ്കിൽ പെർഫ്യൂമിന്റെ ബോക്സ് മൊത്തം ഇതിന്റെ നോട്ട്സും കണക്ക് എഴുതിയിട്ടുണ്ട്. നോട്ട്സ് നോക്കുകയാണെങ്കിൽ മിന്റ്, ഗ്രീൻ ആപ്പിൾ, ലെമൺ, ടോങ്ക ബീൻ, ജെറേനിയം, ആംബർ, വെനില, ഓക്മോസ്, സെഡാർ, വുഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കറക്റ്റ് കിട്ടുന്ന ഒരു നോട്ട്സ് പറയുന്നത് നല്ല ഗ്രീൻ ആപ്പിളും ചെറിയൊരു പൗഡറിയും ടോങ്ക ബീനും ഇതൊക്കെയാണ് നമുക്ക് നല്ല രീതിക്ക് ഒരു എടുത്ത് കിട്ടുന്ന നോട്ട്സ് പറയുന്നത്. ഇതിന്റെ ലാസ്റ്റുകളൊക്കെ നമ്മൾ ഇതിന്റെ ടെസ്റ്റ് ചെയ്തിട്ടൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പം ഇതൊരു യൂണിസെക്സ് ആയിട്ടുള്ള ഫ്രാഗ്രൻസും കൂടിയാണ്. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ഫോർ മോർ.